ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ എക്സാംസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻസിലെ ഇലക്ട്രിക്കൽ മെഷീൻസിലെ ഡി സി മെഷീൻസ് എന്നുള്ള ടോപ്പിക്കിലെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മെഷീൻസ്. അപ്പോൾ ഡി സി മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെടുന്നുണ്ട്? ഡി സി ജനറേറ്റേഴ്സും വരുന്നുണ്ട്, ഡി സി മോട്ടോഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഡി സി ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. രണ്ടുപേരും രണ്ട് ഫങ്ഷൻസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഡി സി ജനറേറ്റർ എന്താ ചെയ്യുന്നത്? ഡി സി ജനറേറ്റർ ഒരു മെക്കാനിക്കൽ ഇൻപുട്ട് എടുത്തിട്ട് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് തരും, അല്ലേ? അതേപോലെ തന്നെ ഡി സി മോട്ടർ ആണെങ്കിലോ ഇതിന് നേരെ തിരിച്ച് ഡി സി മോട്ടോറിൽ നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുന്നു, നമുക്ക് മെക്കാനിക്കൽ ഔട്ട്പുട്ട് പവർ കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും ചെയ്യുന്ന ഈ ഒരു ഡി സി മെഷീൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡി സി മെഷീന് ഈ ഒരു കൺവേർഷൻ പോസിബിൾ ആക്കുന്നത്, അത് പോസിബിൾ ആക്കുന്ന മെയിനായിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ് എന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? പാർട്സ് ഓഫ് ഡി സി മെഷീനിലേക്ക് പോവാം. അപ്പോൾ ഒരു ഡി സി മെഷീനെ നേരെ ക്രോസ് സെക്ഷൻ ചെയ്ത് വെച്ചിട്ട്, നേരെ നടുമുറിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് വ്യൂ ചെയ്യാണ്. അപ്പോൾ കാണുന്ന പാർട്സ് ആണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം പാർട്സ് ആണ് ഇതിൽ കാണുന്നത്? നിങ്ങൾക്കറിയാം, ഈ ഡി സി മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൊട്ടേറ്റിംഗ് മെഷീനാണ്, അല്ലേ? ഒരു റൊട്ടേറ്റിംഗ് മെഷീനാണ്. അപ്പോൾ ഈ ഡി സി മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഡി സി മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് അറിയാലോ, അല്ലേ? അപ്പോൾ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി നമ്മളിപ്പോൾ ജനറേറ്റർ ആണെന്ന് വിചാരിക്കുക. ജനറേറ്റർ, നമ്മളൊരു ഡി സി ജനറേറ്റർ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം? മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലോ ആണ് ഫാരഡേസ് ലോ. അപ്പോൾ ഫാരഡേസ് ലോ പ്രകാരം നമുക്കൊരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സ് വേണം, അല്ലേ? അതായത് ഒരു ഫ്ലെക്സിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള കണ്ടക്ടറിനെ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ട് കട്ട് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കട്ടിങ് എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പോർഷൻ റൊട്ടേറ്റ് ചെയ്യണം, അല്ലേ? ഒരു പോർഷൻ, നമുക്ക് രണ്ട് ടേംസ് ആണുള്ളത്. ഒന്ന് നമുക്ക് എന്താണ്? നമ്മുടെ മെയിൻ സപ്ലൈ നമ്മൾ കൊടുക്കുന്ന ആർമേച്ചർ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഡി സി മോട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ആർമേച്ചർ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തുണ്ടാവും? ഒരു ഫീൽഡ് ഈ ആർമേച്ചർ കണ്ടക്ടറിന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫീൽഡും മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആർമേച്ചറുമാണ്. അപ്പോൾ ഇതിൽ ഒരാൾ എന്തായി നിൽക്കണം? ഒരാൾ സ്റ്റേഷനറി ആയി നിൽക്കണം, ഒരാൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഡി സി മെഷീൻ്റെ കേസിൽ അങ്ങനെ സ്റ്റേഷനറി ആയി നിൽക്കുന്ന പാർട്സും ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്സും ഉണ്ട്. സ്റ്റേഷനറി ആയി നിൽക്കുന്ന പാർട്സിനെ നമ്മൾ എന്താ പറയുക? സ്റ്റേറ്റർ എന്നല്ലേ പറയാം. റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ റോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഡി സി മെഷീൻ്റെ കേസിൽ ഏത് പാർട്ടാണ് റോട്ടോർ, ഏത് പാർട്ടാണ് സ്റ്റേറ്റർ. അപ്പം മെയിനായിട്ട് നമുക്ക് ഒരു ഡി സി മെഷീൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് പാർട്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്സ് ആയിട്ട് ആരെയൊക്കെ പറയാം? സ്റ്റേറ്റർ 1 എന്ന് പറയുന്നത് സ്റ്റേറ്റർ, അതർ ഏതാണ്? നമുക്ക് റോട്ടറാണ് വരുന്നത്. അപ്പോൾ ഏത് പോർഷനാണ് ഡി സി മെഷീൻ്റെ കേസിൽ സ്റ്റേറ്ററായിട്ട് നിൽക്കുന്നത്? ഡി സി മെഷീൻ്റെ കേസിൽ നമുക്ക് സ്റ്റേറ്ററായിട്ട് നിൽക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. ക്ലിയർ? അപ്പോൾ അത് മാറിപ്പോകരുത്. ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ എ സി ജനറേറ്റർ ആണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. നമുക്ക് ഡി സി മെഷീൻ്റെ കേസിൽ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഫീൽഡ് സിസ്റ്റവും റോട്ടർ എന്ന് പറയുന്നത് ആർമേച്ചർ കോയിൽ അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡി സി മെഷീനെ രണ്ട് പാർട്സ് ആയിട്ട് തിരിക്കാം. ഒന്ന് സ്റ്റേഷനറി ആയി നിൽക്കുന്ന സ്റ്റേറ്ററും പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷനായിട്ടുള്ള റോട്ടറും. അപ്പോൾ ഏതെല്ലാം പാർട്സാണ് നമുക്ക് സ്റ്റേറ്ററായിട്ട് വരുന്നത്? അപ്പോൾ ഞാനിവിടെ കുറേ പാർട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒരു ഡി സി മെഷീൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളുടെ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയും. ഓക്കെ, ഈ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം, ഇയാളെയാണ് നമ്മളൊരു ഡി സി മെഷീൻ ആദ്യം തന്നെ ചെയ്യും. നമ്മൾ നിങ്ങൾ ലാബിലൊക്കെ എന്തായാലും ഡി സി മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അപ്പം നമ്മളൊരു ഡി സി മെഷീനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഒരു ഫ്രെയിം മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഔട്ടർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത്. ക്ലിയർ? ആ ഫ്രെയിം എപ്പോഴും എന്തായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഫ്രെയിം എപ്പോഴും സ്റ്റേഷനറി ആയിട്ടല്ലേ കാണാറുള്ളത്. അപ്പോൾ ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുന്ന ആൾ ഉറപ്പായിട്ടും സ്റ്റേറ്റർ ടൈപ്പിലാണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം. ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റമാണ് നമുക്ക് എന്ത് വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം, ഫീൽഡ് ഡി സി മെഷീൻ്റെ കേസിൽ സ്റ്റേഷനറിയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റവും യോക്ക് അല്ലെങ്കിൽ ഫ്രെയിമുമാണ് നമുക്ക് ഏത് പാർട്സിൽ വരുന്നത്? സ്റ്റേറ്റർ പാർട്ടിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഡി സി മെഷീൻ്റെ സ്റ്റേറ്ററിൽ നമുക്ക് യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം ഉണ്ട്, പിന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം ഉണ്ട്.
പിന്നെ അടുത്തതായിട്ട് ഇനി അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എന്താണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷനിലാണ് നമുക്ക് ആര് വരുന്നത്, ആർമേച്ചർ വരുന്നത്. ക്ലിയർ അല്ലേ? ആർമേച്ചർ ആൻഡ് കമ്മ്യൂട്ടേറ്റർ. ആർമേച്ചറിൻ്റെ കോറ്, ആർമേച്ചറിൻ്റെ വൈൻഡിങ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് എന്താണ്, റോട്ടോർ ആയിട്ടാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റേറ്ററിൽ വരുന്ന പോർഷൻ ഫീൽഡും റോട്ടറിൽ വരുന്ന പോർഷൻ ആർമേച്ചറുമാണെന്ന് ഓർത്ത് വയ്ക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഈ സപ്ലൈ, ഇപ്പോൾ DC ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. ആ ഔട്ട്പുട്ട് എനർജിയെ നമ്മളൊരു ലോഡിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചർ കോയിൽ നിന്ന് വേണം നമുക്ക് സ്റ്റേഷനറി ആയി നിൽക്കുന്ന ലോഡിലേക്ക് കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് സ്റ്റേഷനറി ആയിട്ടുള്ള ലോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അടുത്ത പാർട്ട്, ബ്രഷസ് എന്ന് പറയും. ക്ലിയർ? ബ്രഷസ്. പിന്നെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രിക്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തും വേണം, ബിയറിംഗ് സിസ്റ്റവും വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീനിൽ വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം, പിന്നെ ആർമേച്ചർ സിസ്റ്റം, പിന്നെ കമ്മ്യൂട്ടേറ്റർ, പിന്നെ ബ്രഷസ്, പിന്നെ ബോൾ ബിയറിങ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പാർട്സ് ആണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഈ ഒരു കൺസ്ട്രക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഓരോ പാർട്ടും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ലെവലിൽ നോക്കാനുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരെ എന്തിലേക്ക് പോവാണ്, ഇതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് പറഞ്ഞ പോർഷൻ ഏതായിരുന്നു? അപ്പോൾ ഈ ഒരു ഡയഗ്രാം എന്താണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്? ഈ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ വെച്ചതാണ്. അതായത് ഇത് നമുക്ക് ഇതിൽ നോക്കൂ നിങ്ങൾ, ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എവിടേക്കാണ് ഞാൻ ഈ പറഞ്ഞ പാർട്സ് കിടക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം ആണ്. അപ്പോൾ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ ഔട്ടറിൽ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഈ യോക്കിൻ്റെ മുകളിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സിസ്റ്റമാണ് നമ്മളുടെ പോൾസ്. ക്ലിയർ? നമുക്ക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളുകളാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പോളിൽ പോൾ ഷൂസ് ഉണ്ട്, പോൾ കോർ ഉണ്ട്, പോൾ വൈൻഡിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കും. ക്ലിയർ? അപ്പോൾ ഈ ഒരു പോളിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുള്ള പോൾ വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, നമ്മൾ ഒരു സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ സപ്ലൈ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ഒരു DC മെഷീനെ നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ DC മെഷീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മെഷീൻസും ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് DC മെഷീൻസും ഉണ്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മെഷീൻസിൽ ഈ ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടൊരു DC സപ്ലൈ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത് ശരിക്കും എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റാണ്. ഈ ഫീൽഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ പോൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ്, ഈ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു ഫീൽഡ് കോയിലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഫീൽഡിൻ്റെ കോറാണ് ഇവിടെ നിൽക്കുന്നത്. ക്ലിയർ? ഇനി അതിൻ്റെ ഉള്ളിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റോട്ടർ വരുന്നത്, റൊട്ടേറ്റിംഗ് പാർട്ട് വരുന്നത്. അപ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടിൽ ആർമേച്ചർ കോറാണ് നമ്മളിവിടെ ഇങ്ങനെ സ്ലോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്ന ഇയാളാണ് ആർമേച്ചർ കോർ. ആ സ്ലോട്ടിനുള്ളിലൂടെ നമ്മൾ എന്ത് കൊടുക്കും, ആർമേച്ചർ വൈൻഡിങ് കൊടുക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് കൊടുക്കും. ഇനി ഇത് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ഒബേ ചെയ്തിട്ട് ഇപ്പോൾ ഒരു DC ജനറേറ്ററിൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ അത് കാരണം ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ആർമേച്ചറിനെ എന്ത് ചെയ്ത് കൊടുക്കും, നമ്മൾ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കും. നമ്മൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കണ്ടേ. അപ്പോൾ മെക്കാനിക്കൽ ഇൻപുട്ട് നമ്മൾ ഈ ആർമേച്ചറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഷാഫ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആർമേച്ചർ കോയിൽ ഈ ഫീൽഡിനിടയ്ക്ക് കിടന്നിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആർമേച്ചർ കണ്ടക്ടർ ഫീൽഡിനെ കട്ട് ചെയ്യുന്ന എഫക്റ്റ് വന്നില്ലേ, കട്ട് ചെയ്യുന്ന എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ആർമേച്ചർ കണ്ടക്ടറിൽ എന്ത് ജനറേറ്റ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യും. ആ കോയിലിൻ്റെ രണ്ട് എൻഡും നമ്മളൊരു ലോഡ് വഴി ക്ലോസ്ഡ് പാത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ആ ലോഡിലൂടെ എന്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഒരു DC ജനറേറ്ററിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൽ ഓരോ പാർട്സും എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചറാണ് നമ്മൾ എവിടെ വെച്ചിട്ടുള്ളത്, ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇതിൽ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ഇന്റർപോൾ വൈൻഡിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനാണ് നമുക്ക് എന്ത് വരുന്നത്, റൊട്ടേറ്റിംഗ് പാർട്ട്, റോട്ടർ. ഈ റോട്ടറിനെ അഴിച്ച് എടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ ഒരു ഡയഗ്രാം. അപ്പോൾ റോട്ടർ നമ്മൾ എന്തിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക,
ഉണ്ടാവുക? ഇങ്ങനെയുള്ള ഒരു ഷാഫ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ റോട്ടറിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഇത്രയും പോർഷനാണ് നമുക്ക് എന്ത് വരുന്നത്? ആർമേച്ചർ കോർ വരുന്നത്. ക്ലിയർ? ഈ ആർമേച്ചർ കോറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആർമേച്ചർ കോറിൽ ഇതാ ഇവിടെ ഇങ്ങനെ കുറേ ഗ്രൂവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഈ ഗ്രൂവിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ക്ലിയർ? ആർമേച്ചർ വൈൻഡിങ്ങിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും? ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമേച്ചർ കോറിന് ഇങ്ങനെ കുറേ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം ഈ ഫാരഡേസ് ലോ പ്രകാരം ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF, റൊട്ടേഷൻ വഴി ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? AC ആയിരിക്കും അല്ലേ? ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള കറണ്ട് ആണ് നമുക്ക് എവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക? ഒരു DC ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ AC നമുക്ക് DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കണം? ഔട്ട്പുട്ട് എപ്പോഴും DC ആയിരിക്കണ്ടേ? അപ്പോൾ ആ DCയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് നമുക്ക് എന്ത് വരുന്നത്? കമ്മ്യൂട്ടേറ്റർ വരുന്നത്. അപ്പോൾ ഈ ആർമേച്ചർ കോയിൽസ് ഒക്കെ നമ്മൾ എന്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കമ്മ്യൂട്ടേറ്റർ ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്ന AC-യെ DC ആക്കിയിട്ട് നമുക്ക് ലോഡിലേക്ക് സപ്ലൈ തരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സും ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും ഒക്കെ നമുക്ക് ഏത് പാർട്ടിലാണ് വരിക? റോട്ടോർ പോർഷനിലാണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏതാണ്? യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം. യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം നിങ്ങൾക്കറിയാം ഏറ്റവും പുറത്തായിട്ട് ഈ ആർമേച്ചറിനെയും ഈ ഫീൽഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുറത്തായിട്ട് നിൽക്കുന്ന കവറിങ്ങിനെയാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോക്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അതായത് ഈ ഉള്ളിലിരിക്കുന്ന ഫീൽഡിനും ആർമേച്ചറിനും ഒന്നും ഒരു ഡാമേജും വരുത്താണ്ട് ഈ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ഈ യോക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യോക്ക് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൂടെ? ക്ലിയർ അല്ലേ? ഇനി ഈ DC മെഷീൻ്റെ കേസിൽ യോക്കിന് എക്സ്ട്രാ ഒരു പണിയും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഈ പോളിനെ നമ്മൾ ഈ യോക്കിൻ്റെ മുകളിലാണ് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ പോൾസ് ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫീൽഡ് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് നമുക്ക് എപ്പോഴും എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ നോർത്തിൽ നിന്നും സൗത്തിലേക്കും പോയി തിരിച്ച് നമുക്ക് റിട്ടേൺ, ഇതൊരു ക്ലോസ്ഡ് മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ ക്ലോസ്ഡ് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ യോക്കിലൂടെ വന്നിട്ടാണ് നമുക്ക് ഈ മാഗ്നറ്റിക് ലൈൻസ് എന്താവുന്നത്? ക്ലോസ്ഡ് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻസിനെ ക്യാരി ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ആരൊക്കെയുണ്ട്? യോക്കിനുണ്ട്. DC മെഷീൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫ്ലെക്സിനെ ക്യാരി ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ആർക്കുണ്ട്? യോക്കിനുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്, യോക്കിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് യോക്ക് വഴിയാണ് എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഇനി അതുണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളുടെ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന DC മെഷീൻസും ഉണ്ടാവും, സ്മോൾ ഡ്യൂട്ടി ചെയ്യുന്ന DC മെഷീൻസും ഉണ്ടാവും. അപ്പോൾ ഒരു സ്മോൾ മെഷീൻസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്മോൾ മെഷീൻ്റെ ഒക്കെ കേസിൽ നമുക്ക് കാസ്റ്റ് അയൺ ആണ് നമ്മൾ സാധാരണയായിട്ട് യോക്ക് ഉണ്ടാക്കുന്ന മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനിയിപ്പോൾ ലാർജ് മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ രണ്ട് പേരും ഓർത്ത് വയ്ക്കുക. ലാർജ് DC മെഷീൻസിൻ്റെ കേസിൽ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീലാണ് നമ്മൾ യോക്കിൻ്റെ മാനുഫാക്ചറിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. സ്മോൾ മെഷീൻ ആണെങ്കിൽ അതെന്താണ്? കാസ്റ്റ് അയൺ ആണ്. അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഏതിൽ ഓർത്ത് വയ്ക്കാനുള്ളൂ? ഈ യോക്ക് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ ഓർത്ത് വയ്ക്കാനുള്ളൂ. അടുത്ത പോർഷൻ നോക്കാം. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം. അതായത് എങ്ങനെയെങ്കിലും നമുക്ക് എന്തുണ്ടാക്കണം? ഈ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിൽ നമുക്ക് മെയിനായിട്ട് 3 പാർട്സ് ആണ് വരുന്നത്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമുക്ക് 3 ഭാഗങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ പോൾ കോർ വരുന്നുണ്ട്, പിന്നെ പോൾ ഷൂ വരുന്നുണ്ട്, പിന്നെ പോൾ വൈൻഡിങ് അല്ലെങ്കിൽ പോൾ കോയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിലെ 3 പാർട്സ് എന്ന് പറഞ്ഞാൽ പോൾ കോർ, പോൾ ഷൂ, പോൾ കോയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ ഫംഗ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പോൾ
സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പോൾ കോർ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കോറിലൊക്കെ ഉള്ള പോലെ തന്നെ പോളിൻ്റെ മുകളിൽ നമ്മൾ വൈൻഡിങ് ചുറ്റും അല്ലേ. അപ്പോൾ ആ വൈൻഡിങ് ചുറ്റുന്ന ആ ഒരു ഫ്രെയിമിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, പോളിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ പോളിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പോർഷൻ, ഈ ഒരു എന്താണ് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു പോർഷനാണ് നമുക്ക് എന്ത് വരുന്നത്, പോൾ കോറായിട്ട് വരുന്നത്. ഈ കോറിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വൈൻഡിങ് കൊടുക്കുന്നത്, പോൾ വൈൻഡിങ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ പോളിന് വൈൻഡിങ് ചുറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിമായിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം, ഈ പോൾ കോറിനെ കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കൂ, ഈ പോൾ കോറിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷനിൽ നിങ്ങൾക്ക് കുറേ ലെയേഴ്സ് കാണുന്നുണ്ടോ? കുറേ ലെയേഴ്സ് നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്, പോൾ കോറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ കുറേ ഷീറ്റുകൾ നമ്മൾ എടുക്കാം. കുറേ ഷീറ്റ്, ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളൊരു A4 ഷീറ്റിൻ്റെ ബണ്ടിൽ ആലോചിച്ചാൽ മതി. ഒരു A4 ഷീറ്റ്, അങ്ങനെ ഒരുപാട് A4 ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിക്കായിട്ട് സോളിഡ് ഷേപ്പിൽ വരുന്ന ഒരു മെറ്റീരിയലായിട്ട് മാറില്ലേ. ആ ഒരു രീതിയിലാണ് നമ്മൾ പോൾ കോറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ ഷീറ്റുകളും അടുക്കി വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വാർണിഷിൻ്റെ കോട്ടിങ്ങോ എന്തെങ്കിലും കൊടുത്തിട്ട് ഇതിന് എന്ത് ചെയ്യും, ഇത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഓരോ ഷീറ്റിൻ്റെ ഇടയ്ക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാമിനേറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ പോൾ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം, ലാമിനേറ്റഡ് കോറാണെന്ന് പറയാം. അപ്പോൾ പോൾ കോർ ഈസ് എ ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ എന്നുള്ള മെറ്റീരിയൽ കൊണ്ട് ലാമിനേഷൻ കൊടുത്തിട്ടുള്ള കുറേ ഷീറ്റുകൾ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു പോൾ കോറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീൻസിലൊക്കെ ലാമിനേഷൻസ് കൊടുക്കുന്നത്, ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് നമ്മൾ ലോസസ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് നമ്മളിപ്പോൾ ഈ പോൾ കോർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോൾ കോർ എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് പാർട്ടാണ്. അപ്പോൾ അതിലും നമുക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നമുക്ക് എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF കാരണം ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ആ കറണ്ടിനെ ആയിരുന്നു നമ്മൾ എഡി കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഈ എഡി കറണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ എഡി കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഡി കറണ്ട് ലോസസ് ഉണ്ടാവും. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ആ എഡി കറണ്ട് ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻസിൻ്റെയൊക്കെ ഈ കോറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേറ്റഡ് ഷീറ്റ് കൊണ്ട് ഈ മെഷീൻസിൻ്റെ ഓരോ പാർട്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പോൾ കോർ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ലാമിനേഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത്, ലാമിനേഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 mm to 0.25 mm വരെയാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. 1 mm to 0.25 mm വരെയുള്ള ലാമിനേഷൻ തിക്നെസ്സിലാണ് നമ്മൾ കോറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, പോൾ ഷൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതാ ഈ ഒരു പോൾ കോറിൻ്റെ അറ്റത്ത് ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്ന ഇയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോൾ ഷൂ എന്ന് പറയുന്നത്. പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതാ ഈ ഒരു പോൾ ഇങ്ങനെ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇവിടെയാണ് നമ്മുടെ ആർമേച്ചർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ആർമേച്ചറിലേക്ക് എത്തുക. അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് ആർമേച്ചറിലേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു പോർഷനിലൊക്കെ കിടക്കുന്ന ആർമേച്ചർ കണ്ടക്ടേഴ്സിന് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റിൽ വരാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചും കൂടി അപ്പുറത്തേക്കൊക്കെ ഉള്ള ഈ ഒരു ആർമേച്ചർ കണ്ടക്ടറിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു ഷേപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡ് എങ്ങനെ വരും, ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ ഫീൽഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു പോൾ ഷൂവിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് നമ്മളുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോൾ കോയിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് നേരെ ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ നമ്മൾ ചുറ്റി വെച്ചാൽ ഈ കോയിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരിക്കലും ഊരി പോവാണ്ട് ഇതിനൊരു മെക്കാനിക്കൽ ഇങ്ങനൊരു കട്ടിങ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, താഴത്തേക്ക് ഊരി വീഴില്ല അല്ലേ. അപ്പോൾ ആ പോൾ വൈൻഡിങ്ങിന് ഒരു സപ്പോർട്ടിങ് കൊടുക്കാനും ആര് സഹായിക്കുന്നുണ്ട്, ഈ പോൾ ഷൂസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദേ സ്പ്രെഡ് ഔട്ട് ദ ഫ്ലെക്സ് ഇൻ ദ എയർ ഗ്യാപ്പ് അല്ലേ. ഈ എയർ ഗ്യാപ്പിൽ ഫ്ലെക്സിന് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ലോ റിലക്റ്റൻസ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലെക്സ്. അതും ആരുടെ ഫംഗ്ഷനാണ്, പോൾ ഷൂവിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതായത് ഫ്ലെക്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, റിലക്റ്റൻസ് കുറയ്ക്കും. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലെക്സിന് ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ റിലക്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എയർ ഗ്യാപ്പിലുള്ള റിലക്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പോൾ ഷൂ ഈ ഒരു ഷേപ്പിൽ
ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് കൊണ്ട് ലോ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? പോൾ ഷൂസ് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ദേ സപ്പോർട്ട് എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ഫീൽഡ് കോയിൽ. ഈ പോൾ കോയിലിനെയാണ് നമ്മൾ എക്സൈറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് കോയിൽ എന്ന് എക്സൈറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഫീൽഡ് കോയിൽ എന്ന് പറയാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആരാണ്? പോൾ ഷൂസാണ്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? പോൾ കോയിലാണ്. അതായത് നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോളിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുന്ന ഈ വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ കോയിൽ എന്ന് പറയുന്നത്. പോൾ കോയിൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കോപ്പറാണ് കേട്ടോ. കോപ്പർ വയർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പോൾ വൈൻഡിങ് ചെയ്യാറുള്ളത്. ഇതിനെയാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്, പോൾ കോയിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫീൽഡ് വൈൻഡിങ് എന്ന് പറയാം. നെക്സ്റ്റ്, when direct current passes through the field winding, it magnetizes the poles which in turn produce the flux. അതായത് നമുക്ക് എന്താണ്, നമ്മൾ എപ്പോഴാണോ ഈ ഒരു ഡി സി കറണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡി സി കറണ്ട് കാരണം ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ മാഗ്നറ്റൈസ് ആവും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ എന്തിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുക? ആർമേച്ചറിന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോയിലാണ് ഫീൽഡ് വൈൻഡിങ്. ഈ ഫീൽഡ് വൈൻഡിങ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC മെഷീൻസ് നമുക്കുള്ളത്. ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മെഷീൻ എന്ന് പറയും. ഇനി ഫീൽഡ് വൈൻഡിങ്ങിനെ ആർമേച്ചറിൽ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യും? DC ജനറേറ്റ് ചെയ്യും അല്ലേ? ആ DCയുടെ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻസിനെയാണ് നമ്മൾ സെൽഫ് എക്സൈറ്റഡ് DC മെഷീൻസ് എന്ന് പറയാം. അപ്പോൾ ആർമേച്ചർ കോയിലുമായിട്ട് സീരീസ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ്ങിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് സീരീസ് DC മെഷീൻ എന്ന് പറയുന്നത്. പിന്നെ ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് പാരലൽ ആയിട്ടാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിനെ കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏതിൽ വരും? നമ്മുടെ ഷണ്ട് മെഷീനിൽ വരും. പിന്നെ സീരീസ് ആയിട്ടും ഷണ്ടായിട്ടും രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഏത് വരുന്നത്? കോമ്പൗണ്ട് മെഷീൻസ്. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് DC മെഷീൻസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് ഏതിൽ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിൽ വരുന്ന 3 പാർട്സ്: പോൾ കോർ ഉണ്ട്, പോൾ ഷൂ ഉണ്ട്, പോൾ കോയിൽസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത പാർട്ട് ഏതാണ്? അടുത്ത പാർട്ടാണ് നമ്മുടെ ആർമേച്ചർ. അപ്പോൾ ആർമേച്ചറിലെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിന് എന്തുണ്ടാവും? ആർമേച്ചറിന് ഒരു കോർ ഉണ്ടാവും. കാരണം ആർമേച്ചറിൻ്റെ വൈൻഡിങ് നമുക്ക് ചുറ്റണമെങ്കിൽ അവിടെയും ഒരു ഫ്രെയിം വേണ്ടേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ആർമേച്ചർ കോർ എന്ന് പറയാം. അപ്പോൾ ആർമേച്ചർ കോറിൽ നമ്മൾ കുറേ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ ആർമേച്ചർ കോയിൽസ് അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്ങിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ് ഹൗസസ് ദ കണ്ടക്ടേഴ്സ് ഇൻ ദ സ്ലോട്ട്. ആർമേച്ചർ കോറിലാണ് നമ്മൾ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഈസി പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലെക്സ് അല്ലേ? നമുക്ക് ഈ സ്ലോട്ട് ആർമേച്ചർ കോറാണ് നമുക്ക് മാഗ്നറ്റിക് ഫ്ലെക്സിന് പോകാനുള്ള ഒരു ഈസി പാത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലാണ്. അത് ഓർത്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിലിക്കൺ സ്റ്റീൽ, അതായത് ഒരു സ്റ്റീലിൻ്റെ കൂടെ കുറച്ചും കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? സിലിക്കൺ ആഡ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ സിലിക്കൺ ആഡ് ചെയ്തിട്ടുള്ള സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലാണ് നമ്മൾ ആർമേച്ചർ കോർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്? സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഹിസ്റ്ററസിസ് ലോസ് കുറയ്ക്കാൻ പറ്റും. ഹിസ്റ്ററസിസ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ എന്താണ്, മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും ചെയ്യുക, അടുപ്പിച്ച് മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ഹിസ്റ്ററസിസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററസിസ് കുറയ്ക്കാൻ നമുക്ക് സിലിക്കൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹിസ്റ്ററസിസ് ലോസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഹിസ്റ്ററസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലും ഉപയോഗിച്ചിട്ടുണ്ട്. എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ആർമേച്ചർ കോറിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ആർമേച്ചർ കോർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലാമിനേഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.3 to 0.5 mm ആണ്. ഓക്കെ, ആർമേച്ചർ കോറിൻ്റെ ലാമിനേഷൻ തിക്നെസ് എന്ന് പറയുന്നത് 0.3 to 0.5 mm ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഈ ഓരോ ആർമേച്ചർ ലാമിനേറ്റഡ് ഷീറ്റിനെയും നമ്മൾ വാർണിഷ് ഒരു കോട്ട് വാർണിഷ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലാമിനേറ്റഡ് എന്ന് പറയാം. അപ്പോൾ വാർണിഷാണ് നമ്മൾ സാധാരണയായിട്ട് ലാമിനേറ്റിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത്രയും പാർട്സാണ് നമുക്ക് ആർമേച്ചർ കോറിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ആർമേച്ചർ കോറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കും? കോയിൽസ് കൊടുക്കില്ലേ? അപ്പോൾ അതിനെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ആർമേച്ചർ വൈൻഡിങ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് നമുക്ക് മെയിനായിട്ട് DC മെഷീൻ്റെ കേസിൽ ആർമേച്ചർ വൈൻഡിങ് നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ലാപ്പ് വൈൻഡിങ്ങും പിന്നൊന്ന് വേവ് വൈൻഡിങ്ങും.
അപ്പോൾ എന്താണ് ലാപ്പ് വൈൻഡിങ്, എന്താണ് വേവ് വൈൻഡിങ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ, ലാപ്പ് എന്നുള്ള അർത്ഥം എന്താണ്? ഓവർലാപ്പ് ചെയ്ത് പോവുക. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ലാപ്പ് വൈൻഡിങ് എന്ന് പേര് വന്നത്. അപ്പോൾ ലാപ്പ് വൈൻഡിങ് എങ്ങനെയാണ് നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ. അതായത് ഇതാണ് നമ്മളുടെ ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ മുറിച്ചിട്ട് നമ്മൾ നീട്ടി വെച്ചു, ഒരു സ്ട്രിപ്പായിട്ട് വെച്ചു എന്ന് വിചാരിക്കാം. ആ സ്ട്രിപ്പായിട്ട് വെച്ചിട്ടുള്ള ആളാണ് ഇത്. അതിൽ ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഇത്, തൊട്ടടുത്തുള്ള രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഇത്, മൂന്നാമത്തെ സെഗ്മെൻറ്റ് ഇത്, അങ്ങനെ ഓരോ സെഗ്മെൻറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കോയിലിനെ എടുത്തിട്ട്, ഒരു കോയിലിനെ 1 എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നിന്ന് എടുത്തിട്ട് നോർത്ത് പോളിന് അടിയിലൂടെ പോയി തൊട്ടടുത്തുള്ള സൗത്ത് പോളിലൂടെ അയാൾ എന്ത് ചെയ്തു, തിരിച്ച് രണ്ടാമത്തെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലെത്തി. അതായത് തൊട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരിക. ഒരു കോയിലിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അടുത്തടുത്തുള്ള ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലാണ് വന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്തത് തൊട്ടടുത്ത സെഗ്മെൻറ്റിൽ. ഇനി ആ സെഗ്മെൻറ്റിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ കോയിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ കോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുക മൂന്നാമത്തേൽ. അപ്പോൾ ഓരോ കോയിലിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് നമ്മൾ അടുത്ത കോയിൽസ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അതിനെയാണ്, അങ്ങനെ കൊണ്ടുപോകുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ ലാപ്പ് വൈൻഡിങ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനിഷ് എൻഡ് ഓഫ് 1 കോയിൽ ഈസ് കണക്റ്റഡ് ടു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ആൻഡ് ദ സ്റ്റാർട്ട് എൻഡ് ഓഫ് ദ അഡ്ജസൻറ്റ് കോയിൽ സിറ്റുവേറ്റഡ് അണ്ടർ ദ സെയിം പോൾ ആൻഡ് സിമിലർലി ഓൾ കോയിൽസ് ആർ കണക്റ്റഡ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ്പ് വൈൻഡിങ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്കതിന് ലാപ്പ് വൈൻഡിങ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എത്രയാണെന്നാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത്, പാരലായിട്ട് നമുക്ക് എത്ര കോയിൽസിന് കിട്ടും, അതാണ് നമുക്ക് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിട്ടാണ് വരിക. അതായത് ഒരു 8 പോൾ മെഷീനാണ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതിൻ്റെ നമ്പർ ഓഫ് 8 പോൾ മെഷീൻ നമ്മൾ ലാപ്പ് വൈൻഡിങ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് പാരലൽ പാത്ത് നമുക്ക് എത്രയാണ് വരിക, 8 തന്നെയാണ് വരിക. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്തിനെ നമ്മൾ സാധാരണയായിട്ട് എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് പി ആണ് വരിക. ക്ലിയർ? അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. എ ഈസ് ഈക്വൽ ടു എന്ത് വന്നു, പി. ഇനി നെക്സ്റ്റ് എന്താണ്, നമ്പർ ഓഫ് ബ്രഷസ്, അതും നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ ഒരു ലാപ്പ് വൈൻഡിങ് ചെയ്ത ഒരു DC മെഷീനിലെ നമ്പർ ഓഫ് ബ്രഷസ്, അതിന് എത്ര ബ്രഷസ് വേണ്ടി വരും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നമ്പർ ഓഫ് ബ്രഷസ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിട്ടാണ് വരിക, നമ്പർ ഓഫ് പാരലൽ പാത്തിന് ഈക്വൽ ആയിട്ടാണ് വരിക. അപ്പോൾ ഒരു ലാപ്പ് വൈൻഡിങ് ചെയ്ത ഒരു മെഷീനിന് നമ്പർ ഓഫ് ബ്രഷസ് ഈക്വൽ ടു എന്തായിരിക്കും, നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. കാരണം നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്തിന് ഈക്വലാ, നമ്പർ ഓഫ് പോൾസിന് ഈക്വലാ. അപ്പോൾ നമ്പർ ഓഫ് ബ്രഷസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത്, അത് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. ക്ലിയർ അല്ലേ? ഈ 2 പോയിന്റ്സും നിങ്ങൾ ഏതിൽ ഓർത്ത് വെക്കുക, നമ്മുടെ ലാപ്പ് വൈൻഡിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത വൈൻഡിങ് ഏതാണ്, അടുത്ത വൈൻഡിങ് ആണ് വേവ് വൈൻഡിങ്. വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവ്സ് എങ്ങനെയാണ് പോവുക, ഈ ഒരു ഷേപ്പിലല്ലേ നമ്മുടെ വേവ്സ് പോവുക. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ഒരു വൈൻഡിങ് ആണ് എന്ത്, വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ വേവ് വൈൻഡിങ്ങിൽ എന്താ ചെയ്യുന്നത്, വേവ് വൈൻഡിങ്ങിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കൂ. വേവ് വൈൻഡിങ്ങിൽ ഈ ഒന്നാമത്തെ സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു കോയിൽ, എന്നിട്ട് അത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ് നമുക്ക്, വേവ് വൈൻഡിങ്ങിൻ്റെ ഡയഗ്രാം അല്ല ഇത്. അതായത് ഒന്നാമത്തെ സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത്തെ സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തത് ഇവിടെ ഈ അടുത്തൊന്നല്ല, നമുക്ക് എന്താണ്, അടുത്ത ആൾ നമുക്ക് അപ്പുറത്തുള്ളൊരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലാണ് ഇയാൾ എൻഡ് ചെയ്യുക. ക്ലിയർ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും അടുത്ത പോളിനടിയിലുള്ള അടുത്ത സെഗ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. ഈ ഒരു ഷേപ്പിൽ പോകുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രാം ലാപ്പ് വൈൻഡിങ് തന്നെ കയറി വന്നത്. ഈ ഒരു ഡയഗ്രാം ലാപ്പ് വൈൻഡിങ്ങിൻ്റെയാണ് കേട്ടോ, ഇത് വേവ് വൈൻഡിങ്ങിൻ്റെ അല്ല. അപ്പോൾ വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എങ്ങനെ പോകും, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ പോകും. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് അപ്പുറത്തുള്ള ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ എന്ത് ചെയ്യും, പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്, അങ്ങനെ റൗണ്ട് ചെയ്ത് ഇയാൾ തിരിച്ചെവിടെ എത്തും, ഇവിടെ തിരിച്ചെത്തും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ പോകുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ വേവ് വൈൻഡിങ്ങിനെ നമുക്ക് എങ്ങനെ പറയാം, വേവ് വൈൻഡിങ്ങിൽ കോയിൽ സൈഡ് ഈസ് നോട്ട് കണക്റ്റഡ് ബാക്ക് ബട്ട് പ്രോഗ്രസീവ് ഫോർവേഡ് ടു അനദർ കോയിൽ സൈഡ്. അപ്പോൾ ഇതിങ്ങനെ ബാക്കിലേക്ക് വരും, അല്ലാണ്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ വേവ് വൈൻഡിങ്ങിൽ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്തിന് ഈക്വൽ ആയിരിക്കും, വേവ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എപ്പോഴും എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വെക്കാം. വേവ് വൈൻഡിങ്ങിൽ നമുക്ക് എന്താണ്, എ ഈസ് ഈക്വൽ ടു പി എന്നാണ് വരിക. അപ്പോൾ നമ്പർ ഓഫ് ബ്രഷസും എന്തായിരിക്കും, നമ്പർ ഓഫ് ബ്രഷസ് പാരലൽ പാത്തിന് ഈക്വൽ അല്ലേ. അപ്പോൾ വേവ് വൈൻഡിങ്ങിൽ എപ്പോഴും നമ്പർ ഓഫ് ബ്രഷസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും.
ക്ലിയർ അല്ലേ? അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും എന്താ? ആർമേച്ചർ വൈൻഡിങ്ങിൽ ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്, ഈ 2 വൈൻഡിങ്ങുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി അടുത്ത പോർഷൻ ആർമേച്ചർ വൈൻഡിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ പണി എന്താണ്? കമ്മ്യൂട്ടേറ്ററിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു DC ജനറേറ്റർ ഒക്കെ ആണെങ്കിൽ, DC ജനറേറ്റർ ആണെങ്കിൽ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? AC ആണ്. ആ ACയെ DC ആക്കി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് തരുന്നത് ആരാണ്? ഈ കമ്മ്യൂട്ടേറ്ററാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് ടു ഫെസിലിറ്റേറ്റ് ദ കളക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ദ ആർമേച്ചർ കോയിൽ നിന്ന് നമുക്ക് എന്താണ് ആർമേച്ചർ കോയിൽ നിന്ന് ഈ കറണ്ടിനെ കളക്ട് ചെയ്യാനും അതല്ലെങ്കിൽ മോട്ടർ ആണെങ്കിൽ ഈ ആർമേച്ചർ കോയിലിലേക്ക് കറണ്ടിനെ കൊടുക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റർ എപ്പോഴും സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഉണ്ടാവുക. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അത് നമ്മളോട് ചോദിക്കാറുണ്ട്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന് എപ്പോഴും എന്ത് വേണം? ഹൈ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഹാർഡ് ഡ്രോൺ കോപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഹാർഡ് ഡ്രോൺ കോപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്, ഈ ഓരോ സെഗ്മെൻറ്റും കണ്ടോ നിങ്ങൾ? ഈ ഓരോ സെഗ്മെൻറ്റും ഹാർഡ് ഡ്രോൺ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഓരോ സെഗ്മെൻറ്റിനും ഇടയ്ക്ക് നമ്മൾ ഒരു മൈക്ക ഷീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇൻസുലേഷൻ കൊടുക്കും. അതായത് ഓരോ സെഗ്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് ഒരു പീസായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ മൈക്ക ഷീറ്റ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. അവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സെഗ്മെൻറ്റിനെയും മൈക്ക ഷീറ്റ് അതിനിടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചർ കണ്ടക്റ്റിനെ സ്റ്റേഷനറി ആക്കിയിട്ടുള്ള ലോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ആ ബ്രഷിലേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഈ കമ്മ്യൂട്ടേറ്ററാണ്. പിന്നെ ഈ കമ്മ്യൂട്ടേറ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അതായത് ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഈ ഒരു പാർട്ട്, ഈ സെഗ്മെൻറ്റിൻ്റെ ഈ മുകളിലെ ഈ ഒരു പാർട്ട് ഇങ്ങനെ വളഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു പോർഷൻ നിൽക്കുന്നില്ലേ? ആ ഒരു പോർഷനെ പറയുന്ന പേരെന്താണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ഒരു പോർഷനെയാണ് നമ്മൾ റൈസേഴ്സ് എന്ന് പറയാറുള്ളത് കേട്ടോ. ഈ റൈസേഴ്സിലേക്കാണ് നമ്മൾ ഓരോ ആർമേച്ചർ കോയിലിനെയും കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആർമേച്ചർ കോയിൽ ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ കണക്ട് ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചാൽ റൈസേഴ്സിലാണെന്ന് പറയണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് റൈസേഴ്സ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആർമേച്ചർ കോയിലിനെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈസേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യുന്നു എന്ന് പറയാം? കൺവേർട്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻറ്റു യൂണി ഡയറക്ഷണൽ കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ യൂണി ഡയറക്ഷണൽ കറണ്ട് ആക്കി മാറ്റുന്നത് ഏതിലാണ്? DC ജനറേറ്ററിൻ്റെ കേസിലാണ് കേട്ടോ. DC ജനറേറ്ററിൻ്റെ കേസിൽ ജനറേറ്റ് ചെയ്യുന്ന ACയെ ഇയാൾ എന്താക്കി മാറ്റും? DC ആക്കി മാറ്റും. അപ്പോൾ ഇങ്ങനെ സാധാരണ ACയെ DC ആക്കി മാറ്റുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് പേരാണ് കൊടുക്കാറുള്ളത്? AC DC ആക്കി പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് പറയാറുള്ളത്? റെക്ടിഫയേഴ്സ് എന്ന് പറയാറുള്ളത് അല്ലേ? റെക്ടിഫയർ. അപ്പോൾ സാധാരണ പവർ ഇലക്ട്രോണിക്സിലെ റെക്ടിഫയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തൈറിസ്റ്റോ IGBT ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്വിച്ചുകൾ, പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് യൂസ് ചെയ്തിട്ടാണ് റെക്ടിഫയേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ ഒരു കമ്മ്യൂട്ടേറ്റർ ഈ ഒരു പണി ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്വിച്ച് ഒന്നും ഉപയോഗിച്ചിട്ടല്ല, അതിൻ്റെ ആ ഒരു റൊട്ടേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്ററിന് വേറൊരു പേരുണ്ട്. അതാണ് എന്ത്? മെക്കാനിക്കൽ റെക്ടിഫയർ. ക്ലിയർ? മെക്കാനിക്കൽ റെക്ടിഫയർ അല്ലെങ്കിൽ മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും DC ജനറേറ്ററിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ വേറൊരു പേരാണ് മെക്കാനിക്കൽ റെക്ടിഫയർ. ക്ലിയർ അല്ലേ? പിന്നെ നമ്മളോട് ചോദിക്കാറുള്ളത് ഈ കമ്മ്യൂട്ടേറ്ററിന് എത്ര സെഗ്മെൻറ്റ്, ഇങ്ങനെ കുറേ സെഗ്മെൻറ്റ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അങ്ങനെ എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ടാവും എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ആർമേച്ചർ കോയിലിന് ഈക്വൽ. എത്ര ആർമേച്ചർ കോയിലുണ്ടോ അത്രയും നമുക്ക് എന്തുണ്ടാവും? കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഏതിൽ ഓർത്ത് വയ്ക്കുക? നമ്മുടെ കമ്മ്യൂട്ടേറ്ററിൽ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് നമുക്ക് ബ്രഷസ് ആണ്. ബ്രഷസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ആളാണ്. എന്താണ് ബ്രഷസ് എന്ന് പറഞ്ഞാൽ? ഈ സ്പ്രിങ്ങും ഒക്കെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഈ ഒരു ആളെയാണ് നമ്മൾ ബ്രഷ് എന്ന് പറയുന്നത്. ബ്രഷാണ് കമ്മ്യൂട്ടേറ്ററിന് കറണ്ടിനെ കളക്ട് ചെയ്തിട്ട് പുറത്തുള്ള ലോഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ബ്രഷ് റെക്ടാങ്കുലർ ഷേപ്പാണ്, മെയ്ഡ് ഓഫ് കാർബൺ നോർമലി. അതായത് നോർമൽ റേറ്റിംഗ് ഒക്കെ ഉള്ള മെഷീനിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ബ്രഷ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബണിനെയാണ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഗ്രാഫൈറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് ലാർജ് റേറ്റിംഗ് മെഷീൻസിലാണെന്നൊന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോർമൽ, ഇപ്പോൾ സാധാരണയായിട്ട് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ബ്രഷായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെ? DC മെഷീനിലെ ബ്രഷായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയെന്ന് ചോദിച്ചാൽ മിക്കവാറും നമ്മുടെ ഓപ്ഷനിൽ കാർബൺ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കാർബൺ ആൻസർ ചെയ്യുക. ഇനി ലാർജ് റേറ്റിംഗ് മെഷീൻ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ്? ഗ്രാഫൈറ്റിനെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ലോ റേറ്റിംഗ് ഹൈ കറണ്ട്, ആ ഒരു കേസിൽ നമ്മൾ കോപ്പറിനെയും യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും മെറ്റീരിയൽ കാർബൺ, ഗ്രാഫൈറ്റ്, കോപ്പർ ഈ 3 പേരെയും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾ. കാർബൺ ആണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ബെയറിംഗ്. ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ബെയറിങ്സ് പ്രൊവൈഡ് ചെയ്യില്ലേ. അപ്പോൾ അതാണ് ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളത്, റെഡ്യൂസ് ഫ്രിക്ഷൻ എന്നുള്ളതാണ് ബെയറിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ സ്മോൾ റൈറ്റിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ എന്താണ്, ഫ്രിക്ഷൻ നമുക്ക് ചെറിയ രീതിയിൽ കുറച്ചാൽ മതി. അവിടെ നമ്മൾ ബോൾ ബെയറിങ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന മെഷീനിലൊക്കെ നമ്മൾ റോളർ ബെയറിംഗ്, ഈ ബോളിന് പകരം റോളേഴ്സ് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ റോളർ ബെയറിംഗ് യൂസ് ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി മെഷീൻസിലാണ്. ഹൈ കാർബൺ സ്റ്റീൽ, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, ഈ ബോൾ അല്ലെങ്കിൽ ഈ റോളർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീലാണ്. കാരണം അതെന്തായിരിക്കണം, വെരി ഹാർഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ വെരി ഹാർഡായിട്ടുള്ള കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ബെയറിങ്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ബെയറിംഗ്. ഇനി നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഇതാ ഈ ഒരാൾ, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആർമേച്ചറിനെയും കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിനെയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റോഡ് പോലുള്ള ഈ ഒരു പീസാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കൽ എനർജി, ഇപ്പോൾ DC മോട്ടർ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ പുറത്തേക്ക് എടുക്കുന്നത് ഷാഫ്റ്റിൽ നിന്നാണ്. അതല്ലെങ്കിൽ DC ജനറേറ്റർ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നത് നമ്മൾ ഈ ഷാഫ്റ്റിലേക്കാണ്. അപ്പോൾ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ മെക്കാനിക്കൽ പവർ ഫ്രം ഓർ ടു ദ മെഷീൻ എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ഷാഫ്റ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ വിത്ത് മാക്സിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത്. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കൺസ്ട്രക്ഷൻ എന്നുള്ള ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാനുള്ളൂ. അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ പോർഷൻസും ഇവിടെ ഉണ്ട്. യോക്ക് ഉണ്ട്, ആർമേച്ചർ കോർ ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, ബെയറിംഗ് ഉണ്ട്, ഷാഫ്റ്റും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. യോക്ക് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സ്റ്റീലാണ്. ലാർജ് ആൻഡ് മീഡിയം മെഷീനിൽ, സ്മോൾ മെഷീൻസിൽ അത് കാസ്റ്റ് അയണാണ്. ആർമേച്ചർ കോറ് നമ്മൾ ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ആൾ ഹാർഡ് ഡ്രോൺ കോപ്പർ കൊണ്ടാണ്. ഫീൽഡ് വൈൻഡിങ് കോപ്പർ വയറിങ് തന്നെ. പിന്നെ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബ്രഷ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏറ്റവും മെജോറിറ്റി നമുക്ക് കാർബൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഗ്രാഫൈറ്റ് നമ്മൾ ഹെവി ഡ്യൂട്ടി മെഷീൻസിലൊക്കെ ഉപയോഗിക്കും. കോപ്പർ എന്ന് പറയുന്നത് ലോ റേറ്റിംഗ് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ബെയറിങ് റോളർ ബെയറിങ്ങും ബോൾ ബെയറിങ്ങും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്നുള്ള ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ആ ഒരു ഏരിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതെന്ന് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബ്രഷസ് ഇൻ DC മെഷീൻ? ഓപ്ഷൻസ് നോക്കൂ. അയൺ, കാർബൺ, അലൂമിനിയം, സിലിക്കൺ സ്റ്റീൽ. ഇതിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നമ്മൾ ബ്രഷായിട്ട് ഉപയോഗിക്കുന്ന ആൾ വരുന്നുള്ളൂ. അതേതാണ്? അത് കാർബൺ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാർബൺ എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ DC മെഷീൻ റെക്ടിഫിക്കേഷൻ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് യൂണിഡയറക്ഷണൽ ഔട്ട്പുട്ട് DC. This rectification process is carried out by half-wave rectifier, full-wave rectifier, mechanical rectification, center-tapped rectifier. അതായത് ഈ ഹാഫ് വേവ്, ഫുൾ വേവ്, സെൻറ്റർ ടാപ്ഡ് എന്നൊക്കെ പറയുന്നത് പവർ ഇലക്ട്രോണിക് റെക്ടിഫയേഴ്സ് ആണ്. അവരൊന്നുമല്ല നമ്മൾ ഏതിൽ ഉപയോഗിക്കാറുള്ളത്, DC മെഷീനിൽ ഉപയോഗിക്കാറുള്ളത്. DC മെഷീനിൽ നമ്മൾ എന്താണ്, മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ അല്ലേ ഉപയോഗിക്കുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? കമ്മ്യൂട്ടേറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC മെഷീൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടു കൺവേർട്ട് AC ടു DC. ടു കൺവേർട്ട് DC ടു AC ഉണ്ട്. ഓപ്ഷൻ സി നോക്കൂ നിങ്ങൾ, ബോത്ത് A ആൻഡ് B ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് DC മെഷീനിൽ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന്. അപ്പോൾ DC മെഷീൻ ഏതാണ്, ജനറേറ്റർ ആണോ മോട്ടർ ആണോ എന്നൊന്നും നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ജനറേറ്റർ ആണെങ്കിൽ ഇയാൾ AC DC ആക്കി മാറ്റുന്നുണ്ട്, മോട്ടർ ആണെങ്കിൽ ഇത് DC AC ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് DC മെഷീൻ എന്ന് മാത്രം ചോദിച്ചതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബോത്ത് A ആൻഡ് B. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്